വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നല്ല നാടൻ രുചിയിലൊരു ചക്ക എരിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചക്കയുടെ സീസൺ ആകുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ചക്ക എരിശ്ശേരി. ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കാൻ സാധിക്കും. ഒന്ന് ഗ്രേവിയോട് കൂടിയും തയ്യാറാക്കാം, തിക്കായിട്ടും തയ്യാറാക്കാം. ഞാനിന്ന് തിക്കായിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഈ ചക്ക ധാരാളം ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതാണ്. ഷുഗർ പേഷ്യൻറ്റിന് നല്ലൊരു ഔഷധമാണ്. ഈ വിഷു സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ ചക്ക എരിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചക്ക എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി 2 കിലോ ചക്കയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. വേണ്ടേ, ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് ഇതിൻ്റെ മുള്ളും എല്ലാം കൂടെ കൂട്ടി തൂക്കിയപ്പം 2 കിലോ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ കൂഞ്ഞുണ്ടല്ലോ, കൂഞ്ഞെന്ന് പറയും ഇതിന് പൂഞ്ഞെന്നൊക്കെ പറയും. അതിങ്ങനെ ഒന്ന് കട്ട് ഈ കൂഞ്ഞ് കട്ട് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി. അന്നേരം കുരു ഒന്നും കട്ട് ചെയ്ത് പോകത്തില്ല. ഇങ്ങനെ ഒന്ന് ഇടർത്തി എടുത്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അല്ലാതെ കട്ട് ചെയ്യുമ്പോൾ കുരുവൊക്കെ കട്ട് ചെയ്ത് മാറും. ഇനി ഒന്നുകൂടി നമുക്കിത് കട്ട് ചെയ്യാം. നാട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ധാരാളം ചക്കയുണ്ട്. ഇത് ഞങ്ങളിവിടെ വാങ്ങിച്ചതാട്ടോ. അതുപോലെ നമ്മൾ ചക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കൂഞ്ഞെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഇച്ചിരി കയറ്റി കട്ട് ചെയ്യണം. കാര്യം ഇത് വാങ്ങിച്ചതുകൊണ്ട് ഇത് കയ്ക്കും ചിലപ്പം. ഇത് ചുളയോട് കൂടി ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കയ്ക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ കയറ്റി കട്ട് ചെയ്യണം കുറച്ച്. ഇതിനത്ര കറയൊന്നുമില്ല കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ മണ്ണിനകത്ത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന ചക്കയാകുമ്പോൾ നിറയെ കറയാണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടാക്കണണ്ട. ഇതൊരു എളുപ്പ വഴിയാണ്. ഇങ്ങനെ ആക്കിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതും കൂടെ നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ല, ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് എഴുതേണ്ട കുറച്ച് കറ ഇങ്ങനെ വരും. അത് നമ്മളിങ്ങനെ ന്യൂസ് പേപ്പറോ, നാട്ടിലൊക്കെ ആണെങ്കിൽ നാടൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ചകിരി കൊണ്ടൊക്കെ തൂത്തങ്ങ് കളയും. ചകിരി ആകുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് അങ്ങ് പിടിക്കും. ന്യൂസ് പേപ്പറാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കണ്ടുണ്ട്, അതിങ്ങനെ തൂത്തങ്ങ് കളയണം. ഇതിൽ ഓരോ ചുളയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലപോലെ വിളഞ്ഞതായത് കേട്ടോ. ഈ ചെറിയ മധുരം വെച്ചതാണെങ്കിലുണ്ടല്ലോ, ലൈറ്റായിട്ടൊരു കുമ്പഴുപ്പൻ എന്നൊക്കെ പറയും. ചെറിയ മധുരം ഉള്ളതാണെങ്കിൽ നമുക്ക് അത് നല്ല ടേസ്റ്റ് എറിശ്ശേരിക്ക്. അതുപോലെ ഇത് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇതിന് ചകിണി എന്ന് പറയും. ഓരോ നാട്ടിലെന്തോ പറയുന്ന അറിയില്ല, ഞങ്ങൾ ചകിണി എന്നാണ് പറയുന്നത് ഇതിന്. അത് നമ്മളിതിങ്ങനെ അങ്ങ് മാറ്റണം. എന്നാണ്ട് ഇതുണ്ട്, ഇതിനകത്ത് കാണിച്ചു തരാനാണ്. അല്ലേ, ഇതിനോട് പറ്റി ചേർന്നിരിക്കുന്ന സാധനമാണിത്, ഈ ചകിണി. അത് നമുക്കിങ്ങനെ മാറ്റാം. എന്നിട്ട് വേണം നമ്മളിത് എടുക്കാൻ. ഇതെല്ലാം നമുക്കൊന്ന് പൊളിച്ച് കട്ട് ചെയ്ത് വെക്കാം. കണ്ട, ഇങ്ങനെ എടുക്കണം. ഇതുണ്ട്, ഇതങ്ങ് മാറ്റണം. ഇതൊക്കെ തീരെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. കുറച്ച് എണ്ണ നമ്മൾ തേച്ച് ഇങ്ങനെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം, തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ചക്ക ക്ലീൻ ചെയ്യാൻ, റെഡിയാക്കാൻ. അല്ലെങ്കിൽ കറ പറ്റും. കറ പറ്റാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ട ചക്ക എല്ലാം ചുളയെല്ലാം നല്ലപോലെ എടുത്ത് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുവൊക്കെ നീക്കി അറ്റത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കുരു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിനി എരിശ്ശേരി തയ്യാറാക്കുമ്പം ഒരു 10-15 കുരു ഇതിനകത്തിടും. ചക്ക അരി അല്ലെങ്കിൽ ചക്കക്കുരു എന്ന് പറയും. ആദ്യം നമ്മൾ ഇതിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇടും. അന്നേരം ചക്ക എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ചെയ്തിട്ടില്ലേ, അങ്ങനെ ചെയ്ത് നോക്കുക. ചുള മാത്രം എടുത്ത് എരിശ്ശേരി വെക്കുന്നവരും ഉണ്ട്. അതൊക്കെ അവരവരിഷ്ടം. കുരുവും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്.
ഈ ചക്കയുടെ കുരു ഞാനൊന്ന് ക്ലീൻ ചെയ്തിടുക. ഒരു 10-15 എണ്ണം കുരു നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിങ്ങനെ ഒന്ന് ചുരണ്ടി എടുക്കണം. ഇതിനകത്തിരിക്കുന്ന ഈ തോല് കളയണമെന്നില്ല കേട്ടോ, പുറന്തോല് കളഞ്ഞാൽ മതി. അത് ഈ കുരു കുറച്ച് ഉണങ്ങാമെങ്കിൽ ആ പുറന്തോല് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. അകത്തിരിക്കുന്ന ഈ തോല് പോകത്തുമില്ല. ഈ സ്കിന്ന് നല്ലതാട്ടോ, നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് ഈ സ്കിൻ. ഇത് ഇതിലേക്ക് ഇടുക. ഇച്ചിരി വെള്ളം വെച്ച് പാത്രത്തിലേക്ക് ഇടുക. ഞാൻ വേണ്ട ഇത്രയും കുരു ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്താൽ ഈ പാനിനകത്താണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിൽ തയ്യാറാക്കുന്നോ അതിലേക്ക് നമ്മൾ ആദ്യം കുരു തന്നെ ഇടണം. കൂടുതൽ കഴുകിയൊന്നും വേണ്ട കേട്ടോ, നമ്മളതിൻ്റെ തോലൊക്കെ എല്ലാം കളഞ്ഞല്ലേ. ഞാനാണ്ട് ഇങ്ങനെ രണ്ടായിട്ട് അങ്ങ് മുറിച്ചിടുക. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലും ഇടാം. ഈ ചക്ക എരിശ്ശേരിയുടെ ഇടയ്ക്ക് ഈ കുരു ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. നല്ല വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. അതല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട. ഈ ചക്കച്ചുള മാത്രം വേണമെങ്കിൽ നമുക്ക് എരിശ്ശേരി വെക്കാം. നമുക്ക് ചുള ഇങ്ങനെ കണ്ടിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടിക്കുന്നത്, അതുകൊണ്ട് ആ കുരു അങ്ങനെ കണ്ടിച്ചാൽ. നീളത്തിൽ കട്ട് ചെയ്ത് ഇടുന്നവരും ഉണ്ട് കേട്ടോ, ഇങ്ങനെ കീറി ഇടുന്നവരും ഉണ്ട്. ഞാനിങ്ങനെ ഇടുന്നത്. അതുപോലെ ചക്കയുടെ ഗുണം പറഞ്ഞാൽ ചക്ക ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്ക. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിന് നല്ല കൺകണ്ട മരുന്നാണ് ചക്ക. അത്രയ്ക്ക് നല്ല ഷുഗർ പേഷ്യൻറ്റിന് അത്രയും പെട്ടെന്ന് ഷുഗർ കുറയാനൊക്കെ നല്ലതാണ് ചക്ക. ധാരാളം ഫൈബർ അടങ്ങിയതാണ്, അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയതാണ് ചക്ക. എനിക്കിതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് പറയുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്കി ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഴക്കാലം ആകുമ്പം ചക്കയ്ക്ക് വെള്ളം കൂടുതൽ വേണ്ട കേട്ടോ വേവിക്കാൻ. ഇനി നമുക്കിത് അടച്ച് മൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 7 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. നമ്മുടെ ചക്ക വേകുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 2 വലിയ അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കുക. ചക്കയ്ക്ക് വെളുത്തുള്ളി ഒത്തിരി നല്ലതാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. 2 പച്ചമുളക്, എരിവ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഞാൻ 2 പച്ചമുളക് ചേർത്ത്. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത്. കുരുമുളക് ചേർക്കുന്നവരും ഉണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കുക, 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം കുരുമുളക് ചേർത്താൽ നല്ലതാണ്. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം എരിയൊന്നും ഉള്ളതല്ല കേട്ടോ. 1/2 ടീസ്പൂൺ. ഒരു തണ്ട് കറിവേപ്പില. നല്ലൊരു മണവും രുചിയൊക്കെ കൂടും ഇങ്ങനെ ചെയ്താൽ. എരിശ്ശേരിക്ക് കറിവേപ്പില തേങ്ങയുടെ കൂടെ ചതച്ചാൽ നല്ല ടേസ്റ്റിയാണ്. വെള്ളം ഒഴിക്കാതെ ഞാനിത് നല്ലൊരു അവിയൽ പരുവത്തിൽ അരച്ച് കൊണ്ടുവരിക. നമ്മൾ തേങ്ങയെല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവിയലിന് അരയ്ക്കത്തില്ലേ, അതേപോലെ വേണം നമ്മൾ അരച്ച് കൊണ്ടുവരാൻ. കൂടുതൽ ഓവർ പേസ്റ്റ് ആവരുത്, വേണ്ട. ഇതേപോലെ അരച്ചെടുക്കണം. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചരയ്ക്കുക. ഇതിൽ ചേർക്കുമ്പം വെള്ളം കൂടുതലാവും, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ അരച്ചത്. ചക്ക വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കണം. ഞാനൊന്ന് ഇളക്കി വെച്ചായിരുന്നു കേട്ടോ, കാണിക്കാനൊത്തില്ല. കുരുവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പെട്ടെന്നങ്ങ് വേവും, 5 മിനിറ്റ് കൊണ്ട്. ആകണ്ട, കൈ പൊള്ളി. നല്ലപോലെ വെന്തിട്ടുണ്ട് കുരു. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ നല്ലപോലെ തേങ്ങയൊക്കെ വേണം കേട്ടോ. ചക്ക വെക്കുമ്പോഴേ കൂടുതൽ തേങ്ങ ചേർക്കും ചക്കയ്ക്ക്.
നമുക്കിങ്ങനെ ജാറ് കുറച്ച് കലക്കി ഒഴിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ അരച്ചത്. എല്ലാ വെള്ളവും കൂടെ ആകുമ്പം കൂടും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇത് കറക്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നല്ലോ. എനിക്കിത് കൂടുതൽ വെള്ളമായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, കുറച്ചൊന്ന് ലൂസേ ആകാവുള്ളൂ. എരിശ്ശേരിയാണെന്ന് വിചാരിച്ച് ഒത്തിരി വെള്ളം കൂടിപ്പോയാലും ഒരു സുഖമില്ല. ഞാൻ ഇത്ര ലൂസിലാണ് ഈ ചക്ക എരിശ്ശേരി തയ്യാറാക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചേർത്തോളുക. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇടണം, ശകലം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകരുത്, നോക്കിയതിന് ശേഷമേ ഉപ്പിടാവുള്ളൂ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചൂടാവണം. അതിന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്നിരിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ ചൂടായിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതിന് കടുക് വറുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചു. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത്. നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂക്കട്ടെ കറിവേപ്പിലേക്ക്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കടുക് വറുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ അവരോട് ഇഷ്ടത്തിന് മൂപ്പിച്ച് ചേർക്കുക കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് കൊടുക്കും. ഇനി അത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയൊന്ന് ചുവന്ന് വരണം. എൻ്റെ തേങ്ങയും എല്ലാം മൂത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് കടുക് വറുത്തത് നമുക്ക് ഈ എരിശ്ശേരിക്കകത്തേക്ക് ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി, അല്ലെ വിഷു സ്പെഷ്യൽ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.